ഞാൻ വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു. തീർച്ചയായും ആ ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധിച്ച് അതിൻ്റെ സത്യം പുറത്തു വരണം. 100% ശാസ്ത്രീയമായ പരിശോധനയിൽ കൂടെ മാത്രമേ അത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുമുള്ളൂ. പിന്നെ ഇവിടെ യുക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കാര്യം പറഞ്ഞു. അഭിലാഷേ, ഈ നാട്ടിൽ നടക്കുന്ന എത്ര കാര്യങ്ങൾ യുക്തിസഹമെന്ന് പറയാൻ പറ്റും? ഈ ഭൂമിക്ക് മുകളിലെ ഏറ്റവും വലിയ ഒരു അന്ധവിശ്വാസമായ കമ്മ്യൂണിസം ഭരിക്കുന്ന നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ എന്ത് യുക്തിയെപ്പറ്റിയാണ് ഈ പറയുന്നത്? പിന്നെ ഈ ഇവിടെ പിന്നെ ഇവർ പ്രതിഷേധിച്ചു എന്ന് പറയുന്നു, കയറാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. പോലീസിനെ തടയൽ, പ്രതിഷേധിക്കൽ, അടിയുണ്ടാക്കൽ, ബഹളം ഉണ്ടാക്കൽ, കല്ലേറ്, വെടിവെപ്പ്, മരണം എത്ര ഈ നാട്ടിൽ നടന്നു? എത്ര ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്? അതിൻ്റെയൊക്കെ യുക്തി എന്ന് പറയുന്ന സാധനം എന്താണ്? ഓരോന്നിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഓരോന്നിനോടുള്ള ആ ഒരു അന്ധമായ അടിമത്വം, ഇതൊക്കെ തന്നെയാണ് ഈ രീതിയിൽ ഈ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്. അവരെ സംബന്ധിച്ചോളം അവർ വളരെ ഹൈലി ഇമോഷണലായിട്ട്, അവർ ഈ പറഞ്ഞില്ലേ, അവർക്ക് വിദ്യാഭ്യാസം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരതിനോട് എക്സ്ട്രീംലി ഇമോഷണലായിട്ട് പ്രതികരിക്കുന്നു. അത് ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പം 2-3 ദിവസമായി ഈ ഫോർമാലിറ്റീസ് ഒന്ന് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് അതിനെ കൈകാര്യം ചെയ്യാൻ എന്തിനാണ് ഇങ്ങനെ അരഗൻ്റായിട്ട് ഇതിനെ സമീപിക്കുന്നത്? അങ്ങനെ ആ രീതിയിൽ കുറച്ച് പക്വതയോടുകൂടി ഈ ഇഷ്യൂവിനെ കൈകാര്യം ചെയ്ത് അങ്ങനെ മാധ്യമങ്ങളെയും ലോകത്തിനെയും ബോധ്യപ്പെടുത്തി വളരെ കൃത്യമായിട്ട് അവർക്ക് ആ ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധിക്കാമല്ലോ. എത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ശ്യാംകുമാർ ഈ പാത്രം കൊട്ടലിൻ്റെയും കൊറോണയുടെയൊക്കെ കാര്യം പറഞ്ഞു. ശ്യാംകുമാറെ ഈ പാത്രം കൊട്ടിയ ഈ നാട്ടിൽ തന്നെയാണ് ഇവിടെ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചതും ഈ ലോകത്തിന് മുഴുവൻ നൽകിയതും. അതും കൂടെ താങ്കൾ മനസ്സിലാക്കിക്കൊള്ളുക.